താങ്കളിലേക്ക് വരാം. ശ്രീ കെ വി ബഷീർ SYS വക്താവാണ്. SYS എന്ന് പറയുമ്പോൾ AP വിഭാഗത്തിൻ്റെ യുവജന വിഭാഗം പ്രതിനിധി. കെ വി ബഷീർ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ആരോഗ്യ പരിപാലനത്തിലുള്ള ഈ പദ്ധതിയെ എതിർക്കുന്നത്? അതിനപ്പുറം അത് ഏത് രൂപത്തിൽ പോകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആരോപണം. അതിനെന്തെങ്കിലും തെളിവുണ്ടോ? ഈ പറയുന്ന പോലെ സലാം പറയലൊക്കെ ഒരു വലിയ പാതകമായിട്ട് കാണേണ്ടതുണ്ടോ? അതിൽ സലാം ഇപ്പോൾ ആരെ കണ്ടാലും വലൈക്കും അസ്ലാം എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? അങ്ങനെ മടക്കി കൊടുക്കില്ല മറ്റു വിഭാഗങ്ങൾ എന്നൊക്കെ പറയുന്നു. എനിക്കത് വ്യക്തതയില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. സലാം അലൈക്കും എന്ന് പറഞ്ഞ് വാലൈക്കും അസ്ലാം എന്ന് തിരിച്ചു പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയോട് സുന്നി വിഭാഗം പറയില്ല എന്ന് കേൾക്കുന്നു, മുജാഹിദിനോട് തിരിച്ചു പറയില്ല എന്ന് കേൾക്കുന്നു. ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട്? നിങ്ങൾ അവസാനം പറഞ്ഞ ആ വിഷയത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ഒരു ആദർശപരമായ വിഷയത്തെ സംബന്ധിച്ചാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അതായത് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള മുജാഹിദ് പോലെയുള്ള മതപരിഷ്കരണവാദികളെന്ന് പൊതുവെ പറയപ്പെടുന്ന വിഭാഗങ്ങളുമായി സുന്നി വിഭാഗം പുലർത്തിപ്പോരുന്ന ആദർശപരമായ വ്യത്യാസത്തിൻ്റെ ഭാഗമായി അത്തരം ചില കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത് ഒരു മതവേദിയല്ലാത്തതുകൊണ്ട് എത്രത്തോളം ഇവിടെ അത് ദീർഘമായി വിശദീകരിക്കാൻ കഴിയുമെന്നറിയില്ല. എങ്കിലും ഞാൻ വളരെ ലളിതമായി ചുരുക്കി പറയുകയാണ്. മതപരമായ ചില വിഷയങ്ങളിൽ തെറ്റായ നിലപാട് സ്വീകരിക്കുമ്പോൾ ചില അച്ചടക്കപരമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. അതിൻ്റെ ഭാഗമായി മാത്രമാണ് അങ്ങനെയൊരു നിലപാട് സുന്നി വിഭാഗങ്ങൾ സ്വീകരിച്ചു പോരുന്നത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഈ സലാം പറയുക, അതിന് മടക്കാതിരിക്കുക പോലെയുള്ള കാര്യങ്ങളിൽ മാത്രമാണ് പലപ്പോഴും സുന്നികളെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഇവിടെ വിഷയമായി ഉന്നയിക്കപ്പെടാറുള്ളത്. അതേ സ്ഥാനത്ത് ഈ ജമാഅത്തെ ഇസ്ലാമി ആകട്ടെ അല്ലെങ്കിൽ മുജാഹിദ് വിഭാഗമാകട്ടെ, അവർ സുന്നികളെ തിരിച്ച് കാണുന്നത് അവർ മുശ്രിക്കുകൾ എന്ന നിലയിലാണ്. എന്ന് പറഞ്ഞാൽ ബഹുദൈവാരാധകർ എന്ന് നമുക്കതിനെ മലയാളീകരിക്കാൻ കഴിയും. അത്രയും വലിയ ഒരു കൊടും പാതകികളായി മതത്തിൽ നിന്ന് തന്നെ പുറത്തുപോയ ഒരു വിഭാഗമായി ചിത്രീകരിക്കുകയും അങ്ങനെ മുസ്ലിം ആയി അംഗീകരിക്കാൻ പോലും തയ്യാറല്ലാത്ത വിധത്തിൽ മുശ്രിക്ക് എന്ന മുദ്ര കുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന വിഭാഗങ്ങളാണ് മുജാഹിദ് ആകട്ടെ ജമാഅത്തെ ഇസ്ലാമി ആകട്ടെ അത്തരത്തിലുള്ള നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ വ്യത്യാസം മനസ്സിലാക്കുന്നു ശ്രീ പി കെ നവാസ്, ക്ഷമിക്കണം ശ്രീ കെ ബി ബഷീർ. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു ആരോഗ്യ പദ്ധതി അല്ലെങ്കിൽ ഈ പരിശീലനത്തെ നിങ്ങൾ എതിർക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമിക്കാർ അതിൽ കടന്നുകൂടിയിരിക്കുന്നതെന്നും അവരാണ് അത് നിയന്ത്രിക്കുന്നതെന്നും നിങ്ങൾ പറയുന്നത് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. താങ്കൾ അതിനിടയിൽ ഇങ്ങനെ ഒരു ചോദ്യം കൂടി ചോദിച്ചതുകൊണ്ടാണ് അതിനിങ്ങനെ മറുപടി പറഞ്ഞു പോകേണ്ടി വരുന്നത്. അല്ലെങ്കിൽ പൊതുവെ ആളുകൾ തെറ്റിദ്ധരിക്കുമല്ലോ, അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ പറഞ്ഞു പോരേണ്ടി വരുന്നത്. അപ്പം അങ്ങനെ ഒരു മുശ്രിക്കായി മുദ്ര കുത്തുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരെ രംഗത്ത് വരാതെ സുന്നികൾ സലാം പറയുന്നത് നിരോധിക്കുന്നു, വിരോധിക്കുന്നു പോലെയുള്ള കാര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു പരിസരം നമുക്കകത്ത് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഭാഗം ഒന്ന് പറഞ്ഞു വെച്ചു, അത് ക്ലിയർ ആകാൻ വേണ്ടി എന്ന് മാത്രം. ഇനി ആരോഗ്യപരമായ ഒരു ആവശ്യത്തിനു വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങളെ ഞങ്ങൾ തുറന്നെതിർക്കുകയല്ല. അങ്ങനെ ആരോഗ്യ പരിപാലനത്തിനു വേണ്ടി എന്തെല്ലാം സംവിധാനങ്ങൾ നമുക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ അതേ സ്ഥാനത്ത് നമുക്ക് ഇവിടെ മെക്സവനുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ നിലവിൽ വരികയും ആ ആശങ്കകളുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തത്. ഒരിക്കലും ഒരു തീർപ്പിലെത്തിയിട്ടില്ല. ഒരിക്കലും ഇതൊരു തീവ്രവാദ സംഘടന നടത്തുന്ന പരിപാടിയാണെന്നോ അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്നവർ തീവ്രവാദികളാണെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഞങ്ങൾ ഒരിക്കലും ഉന്നയിച്ചിട്ടില്ല. അതേ സ്ഥാനത്ത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് മെക്സവനുമായി ബന്ധപ്പെട്ട്. ആ ചോദ്യങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരിൽ നിന്ന് കൃത്യമായ മറുപടി ലഭിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ ചോദ്യം ഇപ്പോഴും ഇങ്ങനെ അന്തരീക്ഷത്തിൽ തുടരുന്നത്. CPM ഏറ്റെടുത്ത കാര്യം കൂടി താങ്കൾ കാണുന്നുണ്ടല്ലോ. CPM ഇന്ന് പ്രതികരിച്ചത് പി മോഹന്റെ പ്രസംഗമൊക്കെ താങ്കളും കേട്ടിരിക്കുമല്ലോ. CPM ഇവിടെ ഉന്നയിച്ച ചോദ്യവും ഞങ്ങൾ ഉന്നയിച്ച ചോദ്യവും തമ്മിൽ അന്തരമുണ്ട്. ഞങ്ങൾ അത്തരം വിഷയത്തിലേക്ക് CPM ഓൺ ചെയ്ത കാര്യങ്ങളിലേക്ക് പോയിട്ടേയില്ല. ആ അന്തരത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ ഉന്നയിച്ച ചോദ്യം എന്ന് പറയുന്നത്,
നേരത്തെ ആരംഭത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിങ്ങൾക്കിടയിൽ പല അവാന്തര വിഭാഗങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മുസ്ലിം മുഖ്യധാരയിൽ ഇടം കിട്ടാത്ത അത്തരം സംഘടനകൾ, ആ സംഘടനകളുമായി ഞങ്ങൾക്ക് ആദർശപരമായ ചില വിയോജിപ്പുകളുണ്ട്. ആ സംഘടനകളിലേക്കുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയായി മെക്സവൻ മാറുന്നുണ്ടോ എന്ന സംശയമാണ് ഞങ്ങൾ ഉന്നയിച്ചത്. അതിനുണ്ടായ സാഹചര്യം താങ്കൾ തന്നെ നേരത്തെ ഉന്നയിച്ചതുപോലെ ഈ സലാം പറയുന്നതുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ ഈ മെക്സവനുമായി ബന്ധപ്പെട്ട് നടന്ന ഈ ആരോഗ്യ പരിപാടിയിൽ ഒരു ചർച്ചയായി അവിടെ ഉന്നയിക്കുകയും സംസാരിക്കുകയും ചെയ്തതിൻ്റെ വിഷ്വൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു ആരോഗ്യ പരിപാലനത്തിന് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പരിപാടി ആണ് എങ്കിൽ ആ പരിപാടിക്കിടെ ഇത്തരം മതപരമായ കാര്യങ്ങളൊക്കെ വലിച്ചിഴച്ചുകൊണ്ട് ഇത് മുസ്ലിം സമുദായത്തെ ആ പ്രസംഗത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾക്കിടയിൽ ഒരു ഐക്യം കൊണ്ടുവരിക, മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിച്ചു നിൽക്കുന്നത് അവസാനിപ്പിക്കുക, അതിനൊരളവോളം ഈ പരിപാടി ഫലവത്തായിട്ടുണ്ട് എന്ന അർത്ഥത്തിലുള്ള സംസാരം പോലും അവിടെ നടന്നതായി നിങ്ങൾക്ക് ആ വിഷ്വലിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നതാണ്. അപ്പം അത്തരം കാര്യങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആരോഗ്യരംഗത്തെ പരിപാലനവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടി നടത്തുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായി സംസാരിക്കുന്നത് എന്നതാണ് ഞങ്ങളെ ആശങ്കപ്പെടുത്തിയത്. അതാണ് ഞങ്ങൾ ഒരു ചോദ്യമായി ഉന്നയിച്ചത്. ഇത്തരത്തിലുള്ള സംഘങ്ങൾ അവരുടെ ഐഡിയോളജി എന്താണ്, കാര്യങ്ങളിൽ നിന്ന് അതിൽ എന്താണ് വ്യത്യാസം? CPM അത് തന്നെയാണ് പറയുന്നത്. CPM ഉന്നയിച്ചത് ആദർശപരമായ ആ വ്യത്യാസത്തെക്കുറിച്ചല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ചുകൂടെ കടന്നുകൊണ്ട് ഇത് പോപ്പുലർ ഫ്രണ്ടിന്റെ പിൻബലത്തോടു കൂടി അല്ല, ഞങ്ങൾ ഉന്നയിക്കുന്ന മുസ്ലിം സംഘടനകൾക്കിടയിൽ നിലനിൽക്കുന്ന സുന്നികൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആദർശപരമായ നിലപാടുണ്ട്. ആ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സംഘം ഇവിടെ രൂപപ്പെടുന്നു, ആ ആദർശത്തിനെതിരെയായി പ്രവർത്തിക്കുന്നു പോലെയുള്ള ആശങ്കകളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഒരു സംശയം ഉന്നയിച്ചത്. CPM ആ അർത്ഥത്തിലല്ല ആ ചർച്ചയെ കൊണ്ടുപോയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.